അപ്പോൾ നമ്മളിന്ന് രാവിലെ കുറച്ച് കുടിവെള്ളം റീഫില്ലിംഗ് സ്റ്റേഷനിൽ നിന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നാൽ കേട്ടോ. ഇത് അവിടെ നിന്നൊരു ഡ്രിങ്ക് ആട്ടോ, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം എടുത്തതാണ്. അവിടെ ഇരിക്കുന്ന ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, വെറൈറ്റി അല്ലേ. അപ്പോൾ നമ്മൾ മലലാൻഡിൽ വന്നിട്ട് 4ാമത്തെ ദിവസം കേട്ടോ. ഇന്ന് നമ്മുടെ ഫൈനൽ ഡേ ആണ് മലലാൻഡിൽ. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിന്ന് പോകുന്ന ഒരു കേവിലാട്ടോ, ഒരു ഗുഹയിൽ. അപ്പോൾ ഹലോ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സുഡ്വാല കേവ്സ് എന്ന് പറഞ്ഞൊരു കേവിലേക്കാട്ടോ. അത് ലോകത്തിൽ തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു കേവാണ്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലൂടെ പോകണം കേട്ടോ. മാക്രോ എന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കണം കേട്ടോ. അപ്പോൾ ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ജാക്കർ മൈസ്റ്ററിൻ്റെ ഒരു ടേസ്റ്റാണ്, കുറേ ഒരു ഹെർബൽസ് എല്ലാം ഇട്ടേക്കുന്ന ഒരു ടേസ്റ്റ് കേട്ടോ. കൊള്ളാം. നമ്മുടെ നാട്ടിലേക്ക് പോലെ ഫാസ്റ്റാഗ് ഇല്ലേ, അതുപോലെ റീചാർജ് ചെയ്യുന്ന ഒരു ആപ്പാട്ടോ. അപ്പോൾ ഇവിടെ ഫാസ്റ്റാഗ് അല്ല, ഇവിടെ ഉപയോഗിക്കുന്ന ഇങ്ങനൊരു ഡിവൈസ് ആട്ടോ. എല്ലാ വണ്ടികളിലും കാണാം നിങ്ങൾക്ക്. ബാക്കി ഫംഗ്ഷനിങ് ഒക്കെ സെയിം തന്നെയാണ്. ടോൾ ഗേറ്റ് ചെല്ലുമ്പോൾ തന്നെ റീഡാവും, അതുപോലെ തന്നെ ടോൾ പൊങ്ങി തരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ N4 ആട്ടോ. നമ്മൾ പോയ വഴിക്ക് കുറച്ച് റോഡ് പണിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഏരിയയിൽ കൂടെ പാസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോൾ ഈ ദൂരെ കാണുന്ന നെൽസ്പെട്ടിലെ സ്റ്റേഡിയം ആട്ടോ. 2010 ഫിഫ വേൾഡ് കപ്പ് ഇവിടെയാട്ടോ ഹോസ്റ്റ് ചെയ്തിരുന്നത്. ഏകദേശം 40,000 ആൾക്കാർക്ക് വരെ അവിടെ ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ സുഡ്വാല കേവ്സിലേക്ക് തിരിയേണ്ട ആ ടേണിലെത്തി കേട്ടോ. ഈ കാണുന്നതെല്ലാം മക്കഡേമിയ എന്ന് പറഞ്ഞ ഫ്രൂട്ടിൻ്റെ മരമാട്ടോ. മലലാൻഡിന് സുഡ്വാല വരെ വരാൻ നമുക്ക് ഏകദേശം 1.5 hours എടുത്ത് കേട്ടോ. 95 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരു 10-10:15 ആയപ്പോൾ തന്നെ നമ്മളവിടെ എത്തിച്ചേർന്നു കേട്ടോ. ഈ എൻട്രൻസിൽ കയറി കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ ഓടിക്കാനുണ്ട് ഉള്ളിൽ. അങ്ങനെ നമ്മളൊരു പാർക്കിംഗ് സ്പോട്ട് കണ്ടുപിടിച്ച് അതിന് എൻട്രൻസിലേക്ക് പോവാണ്. അവിടെ കുറച്ച് സിപ്പ് ലൈനും അങ്ങനെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അതിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് പിള്ളേരെയൊക്കെ നമ്മൾ കണ്ടു. സ്കൂളിൽ നിന്നുള്ള കണ്ടമാനം കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 500 മീറ്റർ ഇച്ചിരി സ്റ്റീപ്പായിട്ട് ക്ലൈംബ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കേവിൻ്റെ എൻട്രൻസിലാണ് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കേട്ടോ ഇത്. ചെങ്കല്ല് പോലെ ഇരിക്കുന്നല്ലേ, ഇതുണ്ടോ അല്ലേ പിന്നെ? ഇത് കണ്ടോ, ലെഫ്റ്റ് കണ്ടോ, ചെങ്കല്ല് സ്റ്റാക്ക് ചെയ്തേക്കുന്നു. വലിയ ഷേപ്പൊന്നും ചെയ്യാതെ, സിമെൻ്റൊന്നും ചെയ്യാതെ. ലുക്കുണ്ടല്ലോ എങ്ങനെ കാണാൻ. ഇതൊരു റെസ്റ്റോറൻ്റ് ആട്ടോ. റെസ്റ്റോറൻ്റ് അല്ലേ, കൊള്ളാം. അതെല്ലായിടത്തും ആ ഫ്ലിൻസ്റ്റോണിൻ്റെ പടം വെച്ചേക്കുന്നത്. ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ഈ പാറയൊക്കെ കണ്ടോ. മെയിനിലാണ് റിസപ്ഷൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാട്ടോ. സിപ്പ് ലൈനിലൊരുത്തം പോകുന്നു. ഒരു പേടിയില്ല അവന് ഇറക്കാൻ കേട്ടോ. ഇന്ന് മുഴുവൻ പിള്ളേരാട്ടോ. ഇവിടുത്തെ സ്കൂളിലെ ആൾക്കാർ പിള്ളേർ മുഴുവൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ആ ബസ്സും വാനും ഒക്കെ വന്നേക്കുന്നത് ഫുള്ള് ട്രിപ്പ് വന്നേക്കുന്നതെന്ന് തോന്നുന്നു. ഇതൊക്കെ ക്രിസ്റ്റൽ സ്റ്റോൺസ് ആട്ടോ. അതൊരു ക്രിസ്റ്റലാണ്. എന്താണെന്നറിയോ, ജാസ്പർ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലാണ്. ഈ ജെം സ്റ്റോൺസ് ഇല്ലേ, അതുപോലത്തെ വേണ്ടാന്ന് തോന്നുന്നു. നോക്കട്ടെ, സൂം ആകുന്നില്ല, പിന്നെ ഫോക്കസ് ആകുന്നില്ല. അച്ഛനെ അവിടെ ടിക്കറ്റ് എടുക്കാനൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാനും ഹരിയങ്ങളുടെ താഴെയുള്ള റെസ്റ്റോറൻറ്റ് വരെ ഒന്ന് പോയട്ടോ. ഒന്നുമില്ല, ഭയങ്കര ചൂടായതുകൊണ്ട് കുറച്ച് ജ്യൂസ് മേടിക്കാൻ വേണ്ടി പോയതാട്ടോ. ഇതൊരു ഗൈഡഡ് ടൂറാണ്. അതുകൊണ്ട് ഒരു 10 പേരെങ്കിലും മിനിമം ഉണ്ടെങ്കിലേ നമുക്ക് കേവിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ വന്നിട്ട് നമുക്ക് വേണം എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ലൈറ്റ് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നല്ലേ. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല. ഇത് സുഡ്വാല കേവ്സിൻ്റെ എൻട്രൻസിലോട്ട് കയറുമ്പോൾ തന്നെയുള്ള വ്യൂ ആട്ടോ. ഇവിടെ കുറച്ച് ഡാർക്കാണ്, എന്നാലും നമുക്ക് അകത്തോട്ടൊക്കെ ലൈറ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഈ സുഡ്വാല കേവ്സിന് 240 മില്യൺ ഇയേഴ്സ് പഴക്കമുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഈ കേവ്സിൻ്റെ ഉള്ളിലെ ഫോർമേഷനൊക്കെ നോക്കിക്കേ, എന്നാ രസമല്ലേ. ഇനി അകത്തോട്ട് കിടക്കുന്നേ ഉള്ളൂ കാണാൻ. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് കേവ്സ് ഇൻ ദ വേൾഡ് ആണ് കേട്ടോ. ഇത് സുഡ്വാല കേവ്സ് എങ്ങനെ ഫോം ചെയ്തെന്നുണ്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് സുഡ്വാല കേവ്സിൻ്റെ മാപ്പ്. സർവേഡ് ബൈ H. ജാക്സൺ ഇൻ 1969. ഇതൊക്കെ ഇതിനകത്തു നിന്ന് കിട്ടിയ ഓരോ സാധനങ്ങൾ, കേവ്സിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ഇവരെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഓരോ സ്റ്റോൺസും ഓരോ മെറ്റീരിയൽസൊക്കെ. അതല്ല, അർഗണൈറ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ്. ലൈറ്റ്
അങ്ങനെ നമ്മുടെ ഗൈഡ് വന്നു കേട്ടോ. ഗൈഡ് പറയുന്നത് അവിടുത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള റൂൾസാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ ചില മെറ്റീരിയൽസ് തൊടാൻ പാടില്ല. അങ്ങനെ പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇത് നാച്ചുറലി ഫോം ആയൊരു കേവാണ്. അപ്പം എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വന്നാൽ ഈ കേവിൻ്റെ ഗ്രോത്തിനെയും ഇതിൻ്റെ ഭംഗിയും ബാധിക്കുന്നുണ്ടാണ് കേട്ടോ. ഈ മിനറൽസിനൊക്കെ ഗ്രോ ചെയ്യണമെങ്കിൽ വെള്ളം വേണം. അതെങ്ങനെ വെള്ളം കിട്ടുന്നതെന്ന് താങ്കൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ കേവിലെ റോക്സിന് വെള്ളം അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ബാറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ബാറ്റ്സ് ഉണ്ടെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള ബാറ്റ്സ് ഒന്നും ഇവിടെ ഇല്ലെന്നാണ് അവൻ എക്സ്പ്ലെയിൻ ചെയ്തത്. സുഡുവാല കേവ്സിൻ്റെ ഫോർമേഷൻ മെയിൻലി കാൽക്കേറ്റ്, ആർഗനൈറ്റ്, ജിപ്സം ഒക്കെയാണ് മെയിൻലി. Which is about 300 years old. You'll perhaps recall I said that. You can hear the difference, huh? This one is a solid rock. This one is porous, hollow, empty inside. It has a hole inside, right? You can give it a try yourself, guys, if you want to. You're more than welcome, right? ഇതാ കേവിനകത്ത് കണ്ടൊരു ഫ്ലോ സ്റ്റോൺ ആട്ടോ. ഫ്ലോ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കുറേ മിനറൽസിൻ്റെ ഡെപ്പോസിറ്റ് വരുമ്പോൾ ഇങ്ങനെ മഴത്തുള്ളി പോലെ വന്ന് ഫോം ആകുന്നൊരു ഷേപ്പ് ആട്ടോ. അതിന് കുറച്ച് അക്വസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കേട്ടത് കേട്ടോ. ഈ കേവ്സ് 1800s സ്വാസി പ്രിൻസ് തൻ്റെ ബ്രദറായിട്ടുള്ള വാറിൻ്റെ സമയത്ത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതായിട്ട് പറയുന്നത്. ഈ കേവിനകത്ത് നല്ല തണുപ്പാട്ടോ. അതുപോലെ തന്നെ എല്ലായിടത്തും കാർഡ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാർഡ്സ് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്താ കാര്യം. ഈ റോക്ക് ഫോർമേഷൻ കാണാൻ വേണ്ടി 3 സിസ്റ്റർമാർ പ്രാർത്ഥിക്കുന്ന പോലെ ഇല്ലേ, അതിനാണ് 3 praying nuns എന്ന് പേരിട്ടേക്കുന്നത്. This formation called the Screaming Monster. So this one is a combination of a stalactite, a stalagmite and a flowstone formation. പിന്നെ നമ്മൾ കാണാൻ പോയത് ആ കേവിൽ താമസിച്ചിരുന്ന ആൾക്കാർ യൂസ് ചെയ്ത കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. The cave. So when Sobhuza, the king of the Swazi nation, died, a dispute arose as to the leadership of the Swazi people. ഈ റോക്കിൻ്റെ ഫോർമേഷൻ ഒന്ന് നോക്കിക്കേ, ഒരു മാനിൻ്റെ മുഖം പോലെ തോന്നുന്നുണ്ടോ? Sudwala Caves. One more time, guys. Louder. As loud as you can. 1, 2, 3. Sudwala Caves. നിങ്ങളോർക്കും ഞങ്ങൾക്ക് ഭ്രാന്താണ്, എന്നാൽ അതല്ല. അവിടെ ഒരു ഓഡിറ്റോറിയം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടുത്തെ അക്വസ്റ്റിക് പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചാണ്. ആ കേവ്സിൻ്റെ വാൾസിന് നല്ല സൗണ്ട് ഇൻസുലേഷൻ ഉണ്ട്. 500 പേർക്ക് വരെ ഇരിക്കാവുന്ന ഒരു കോൺസെർട്ട് ഹാളാട്ടോ അത്. ഇനി നമ്മൾ കേവിൻ്റെ തന്നെ വേറൊരു സെക്ഷനിലേക്ക് പോകാട്ടോ. ഇവിടെ റോഡ് ഇച്ചിരി സ്ലിപ്പറിയാണ്, വെള്ളമൊക്കെ. ഈ കേവിൻ്റെ അകത്തെ ഫോർമേഷൻസിനൊക്കെ ശരിക്കും ലൈഫ് ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ഇതിൻ്റെ എല്ലാ ഷേപ്പ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേവ് ഏകദേശം 4 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. നമുക്കാകെ കയറാൻ പറ്റുന്നത് 1 കിലോമീറ്ററാണ് കഷ്ടി. അതും ഗൈഡഡ് ആയിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കണ്ടമാനം അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള പാസേജസ് ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ ഈ കല്ലുകൾക്ക് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇതല്ല ഡ്രോപ്ലെറ്റ്സ് വന്ന് വീഴുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്ന ഈ കേവിൻ്റെ തന്നെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാട്ടോ. ഇത് മുഴുവൻ കേവ്സ് ആട്ടോ. കേവ്സ് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ നേരം എടുക്കും. 1 മണിക്കൂറാണ് എൻ്റെ കേവ്സിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ടൈം. ഈ താഴെയൊക്കെ കാണുന്നുണ്ടോ ഓരോ റോക്സും അതിൻ്റെ ഫോർമേഷനൊക്കെ ഉണ്ടോ, എന്നെ ഭംഗിയല്ലേ. Okay, guys, so over here we have this lovely flowstone formation known as the Weeping Madonna. ഇതാ ഫ്ലോ സ്റ്റോണിൻ്റെ അടുത്തുള്ള കുറച്ച് ഫേൺസ് പോലത്തെ പ്ലാന്റ്സ് ആട്ടോ. ഇതാണ് അവിടുത്തെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ റോക്കിൻ്റെ ഫോർമേഷൻ നോക്കിക്കേ, ഒരു കുതിരയുടെ മുഖം പോലെയില്ലേ. ഇതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ കുനിഞ്ഞു പോകണം കേട്ടോ. മൈൻഡ് യുവർ ഹെഡ് എന്നല്ലേ. ഇനി തല കുനിച്ച് വേണം പോവാൻ. അറിയോ, പിന്നെ ഹൈറ്റ് കുറവാണ് ഈ കേവ്സിനകത്ത് കയറുമ്പോൾ. അയ്യോ, എല്ലാവരും അങ്ങനെ തന്നെ പോകുന്നത്. ആ കേവ്സിൻ്റെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ മുട്ടുകുത്തി നടക്കേണ്ട അവസ്ഥയാണ്. അത്രയും ഹൈറ്റ് കുറഞ്ഞ കേട്ടോ. അതുപോലെ തന്നെ തലയിൽ വല്ല പാറയും കുത്തി കയറും എന്നുള്ള പേടിയായിരുന്നു. നിൽക്കാൻ മേലെ അത്ര ഹൈറ്റേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ പോകുന്നത്. കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്ത് എത്തി കേട്ടോ. Where we have these colored lights, we are now 600 meters from the cave entrance and 150 meters below the surface of the mountain. അപ്പോൾ ഇവിടെ വരെ നമുക്ക് കേവ്സിൽ വരാൻ പറ്റുള്ളൂ. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്പോട്ടാണ് കേവിൻ്റെ. ഈ ഗ്യാപ്പിലൂടെയൊക്കെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ക്രിസ്റ്റൽസ് ഒക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കേവ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു 4-5 കിലോമീറ്റേഴ്സ് ട്രക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൈഡഡ് ടൂറും കൂടെ ഇവർക്കുണ്ട് കേട്ടോ. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇരുന്ന് നടന്നും കിടന്നും ഒക്കെ പോകേണ്ടി വരും എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഏകദേശം നമ്മൾ ഈ വരുന്ന പോലെ.
സുഡുവാല കേവ്സ് ഒരു തവണയെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ കേവ് വിസിറ്റ് ചെയ്തപ്പോഴാണ് കേവ്സിൻ്റെ അകത്ത് ഇത്രയും ഭംഗിയുള്ളതും ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് എൻഡ് ചെയ്തു കേട്ടോ. നമ്മളവനൊരു ടിപ്പൊക്കെ കൊടുത്തു. ഇനി ഇവിടെ കയറാനുള്ള ആൾക്കാരിരിക്കുന്നു. 10 പേര് കൂടുമ്പോഴേ അവർ എടുക്കുകയുള്ളൂ കേട്ടോ. സുഡുവാല കേവ്സ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ ഒന്നുമല്ല കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗി തന്നെയാണ്. ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നം കാരണം നമുക്ക് പല സ്ഥലത്തും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് നല്ല ബാർബിക്യൂവിൻ്റെ മണം വന്നു കേട്ടോ. ബ്രായി ആക്കുന്നതെന്ന് തോന്നുന്നു. ഈ അപ്പൂപ്പൻ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ നിന്ന് ബ്രായി ആക്കുന്നുണ്ട്. ഓക്കെ, ഈ ലൈംഗമ്പയിലൊക്കെ ബോൾ പോലത്തെ ഒരു സാധനം തൂക്കിയിട്ടേക്കുന്നുണ്ടോ? അതെന്തിനാന്ന് ഞാൻ അങ്കിളിനോട് ചോദിച്ചു കേട്ടോ. വല്ല ഷോർട്ട് പ്ലെയിൻ വല്ലതും വന്ന് ഇത് റൺവേ ആക്കാൻ ഉദ്ദേശിക്കുന്നെന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന് ഇറങ്ങുമ്പോഴേ ഈ സാധനം ഇല്ലെങ്കിൽ ലൈന് വന്ന് മുട്ടത്തില്ല, പവർ ലൈനെ വന്ന് ക്രാഷ് ചെയ്യത്തില്ല. ഇനി നമ്മൾ നെൽസ്പ്രിറ്റിലുള്ള മാക്രോ സ്റ്റോർ വരെ ഒന്ന് പോകാം കേട്ടോ. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അല്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിടക്കുക, കിലോമീറ്ററോളം ഉണ്ട്. ഈ മാക്രോ സ്റ്റോർ അത്യാവശ്യം നല്ല വലുതാട്ടോ. ഇലക്ട്രോണിക്സും ഫുഡ് ഐറ്റംസും ഡ്രസ്സും അങ്ങനെയുള്ള എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ. മിന്നിന് വേണ്ട സെക്ഷൻ മിന്നു കണ്ടുപിടിച്ചിരിക്കുന്നു. ലഞ്ച് ബാറോ മിക്സ് എന്ന് പറഞ്ഞ സാധനമല്ലേ. അപ്പോൾ നമ്മൾ മാക്രോന്ന് കുറച്ച് ചോക്ലേറ്റ്സും സോസും കുറച്ച് നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ആയിട്ടാണ് മേടിച്ചത്. ഇത് മേടിച്ചാലോ? അയ്യോ, ചീസൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാ വലിപ്പമെന്ന് വെച്ചേ. ഈ മാക്രോ കൂടെ കയറി വെറുതെ ഒന്ന് നടന്നാൽ തന്നെയാണല്ലോ 10,000 സ്റ്റെപ്പ് തികയ്ക്കാൻ പറ്റും കേട്ടോ. സുഡുവാലയിലും പോയി മാക്രോയിലും കയറി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മളൊരു 900 റാൻഡിൻ്റെ സാധനം മേടിച്ചിട്ടോ. 900 റാൻഡ് എന്ന് പറഞ്ഞാൽ 4,500 രൂപ വരും നാട്ടിലത്തെ. പിറ്റേ ഏതാണ്ടൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടി. വന്നത് കാറിനാണ്, പക്ഷേ തിരിച്ചിനി നമുക്ക് മനിലാന്ന് ജോനാസ്ബർഗിലേക്ക് പോകുന്നത് നമ്മൾ ബസ്സിലാട്ടോ. അതിനി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ വലിയ പെട്ടികളല്ല ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. ഇതവിടുത്തെ മാക്രോൻ്റെ ലിക്കർ സ്റ്റോർ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലെ അത്രയുണ്ടൊരു കള്ളുകട. നമ്മളിപ്പോൾ കയറിയത് ഈ പുറകെ കാണുന്നൊരു ലിക്കർ സ്റ്റോർ കേട്ടോ. എന്തോ ഒരു സാധനമാണെന്നറിയോ, നല്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഒരു എന്താ പറയുക, വലിയൊരു ലോകം. അവിടെ വീഡിയോ അത്ര അലൗഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. ഓഡീൻ്റെ ചാർജറാ. നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി റിവർ സൈഡ് മാൾ എന്ന് പറഞ്ഞൊരു മാളിൽ വന്നതാണ് കേട്ടോ. നമുക്ക് നാൻഡോസ് വേണമെന്നാണ് മിന്നു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാൻഡോസ് കഴിച്ചു കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നാൻഡോസിൽ വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പിടിച്ച് ഓർഡർ ചെയ്യട്ടെ. നാൻഡോസ് ഞാൻ നാട്ടിൽ കഴിച്ച പോലെ അല്ല കേട്ടോ. ഇവിടുത്തെ നാൻഡോസിന് കുറച്ചൊരു ക്വാളിറ്റി ഉണ്ട്. അത് ചിക്കൻ ആണെങ്കിലും ഇവിടുത്തെ സോസസ് ആണെങ്കിലും കണ്ടോ. നമ്മൾ കുറച്ച് പെരി ചിക്കനും കുറച്ച് പാപ്പും കുറച്ച് ഫ്രൈസും പിന്നെ കുറച്ച് ഹോട്ട് പോട്ട് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ കുറച്ച് നേരം മാളിലൊക്കെ ഒന്ന് കറങ്ങി. ഇന്നത്തെ യാത്രയും നമ്മുടെ ഫുഡ് കഴിപ്പൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഉറക്കം വന്നു തുടങ്ങി. നമ്മൾ നാളെ രാവിലെ ജോനാസ്ബർഗിലേക്ക് തിരിച്ചു പോകട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ വീട്ടിൽ പോയി ബാഗൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ സുഡുവാല കേവ്സിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.